തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയ അപകടം 5 പേർക്ക് ഗുരുതര പരിക്ക്. 5 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കാർ ഓടിച്ച് പഠിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. വാഹനത്തിന് സാങ്കേതിക പ്രശ്നങ്ങളില്ലെന്ന് എൻഫോഴ്സ്മെന്റ് RTO പറഞ്ഞു. 3 ഓട്ടോ ഡ്രൈവർമാർക്കും 2 കാൽനട യാത്രക്കാർക്കുമാണ് അതീവ ഗുരുതരമായി പരിക്കേറ്റത്. ജനറൽ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കാർ ഓടിച്ചു പഠിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണെന്നാണ് നിഗമനം. കാർ ഓടിച്ചിരുന്ന വട്ടിയൂർക്കാവ് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തു. കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. അമിത വേഗതയിൽ തന്നെയാണ് വന്നത്. കാര്യം ഇത്രയും കമ്പി ഇടിച്ച് എയർ ബാഗും പൊത്തുപോയ വണ്ടിയാണ്. ഈ സൈഡിൽ നിന്ന് പാസഞ്ചർ വണ്ടി കയറാൻ വന്നപ്പോഴത്തേക്ക് സംസാരിച്ചു. കയറാൻ ചോദിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ വണ്ടി കണ്ണട ചെറുക്കുമ്പോൾ വണ്ടി ഇടിച്ച് 3 പേരെയും കൊണ്ടങ്ങ് പോയി. പ്രാഥമിക പരിശോധനയിൽ വാഹനത്തിന് സാങ്കേതികമായ പ്രശ്നങ്ങളുള്ളതായി കണ്ടെത്തിയിട്ടില്ലെന്നും വാഹനത്തിലുണ്ടായിരുന്ന 2 പേരുടെയും ലൈസൻസ് റദ്ദാക്കുമെന്നും എൻഫോഴ്സ്മെന്റ് RTO അജിത് കുമാർ പറഞ്ഞു. നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പ്രാഥമിക നിഗമനത്തിൽ അങ്ങനെ ഒരു വാഹനത്തിന് മറ്റ് മെക്കാനിക്കൽ ഡിഫക്റ്റ് ഇല്ല. പരിശീലനം നൽകുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ പാലിച്ചിട്ടില്ലെന്നും 2019 ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തിനാണ് പരിശീലനമെന്ന് മനസ്സിലാകുന്നില്ലെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ SH നാഗരാജു വ്യക്തമാക്കി. ബേസിക്കലി ഇയാൾ വണ്ടി ഓടിക്കുന്നത് തന്നെ ഒരു പ്രാക്ടീസിങ് പോലെയാണ് ഓടിക്കുന്നത് മനസ്സിലായി. അത് വളരെ ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടാണ്. 2019 ലൈസൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് രേഖ. പക്ഷേ 2019 ലൈസൻസ് ഉള്ള ആൾ ഇപ്പോൾ പഠിക്കുന്നത് എന്താണ് അത് മനസ്സിലാവുന്നില്ല. അതാണ് ഇപ്പോൾ നടക്കുന്നത്. RTO MVIമാരും അവിടെ എത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.